ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ ദൈവമക്കളുടെയും ഹൃദയം ഉറച്ചിരിക്കണം. ചഞ്ചല ഹൃദയമുള്ളവരെ നോക്കിക്കൊണ്ട് ദൈവം സംസാരിക്കുകയാണ്. ചഞ്ചല ഹൃദയമല്ല നിനക്ക് വേണ്ടത്, ഉറപ്പുള്ള ഹൃദയമാണ്. എന്തെല്ലാം വെല്ലുവിളികളും പ്രതിസന്ധികളും മുമ്പിൽ വന്നാലും ഉറപ്പുള്ള ഒരു ഹൃദയം ഏറ്റെടുക്കണം. 112 സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യമാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവന്റെ ഹൃദയം ഉറച്ചിരിക്കും. ദുർവർത്തമാന നിമിത്തം അവന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ആരെയൊക്കെയോ ഞാൻ ആത്മാവിൽ കാണുകയാ, നീ ചെയ്യാത്ത കാര്യങ്ങൾ നിന്നെക്കുറിച്ച് പറഞ്ഞു വരുത്തി വീട്ടുകാരുടെ മുമ്പിലും സമൂഹത്തിന് മുമ്പിലും നിന്നെ അപമാനിക്കുകയും കുറ്റക്കാരനായി ചിത്രീകരിക്കുന്നവരുടെ നടുവിൽ നീ ഭയപ്പെടരുത്. ധാരാളം ദുർവർത്തമാനങ്ങൾ നിന്നെക്കുറിച്ച് വരുമ്പോ നിന്റെ ഹൃദയം ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കണം. ദാവീദ് സങ്കീർത്തനം ചമയ്ക്കുമ്പോൾ ദാവീദിന്റെ സങ്കീർത്തനത്തിൽ ഈടുറ്റൊരു സന്ദേശമുണ്ട്. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാൽ എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. അതെന്താ കാര്യം? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവമൈതന് ഉറപ്പുള്ള ഹൃദയം. എന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത് അവൻ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാ. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഉറപ്പുള്ളൊരു ഹൃദയം, നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം ഉറപ്പുള്ളൊരു ഹൃദയമാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, മനുഷ്യന്റെ വാക്കുകൾക്ക് മുമ്പിൽ പതറിപ്പോകുന്നവരോട് ദൈവം സംസാരിച്ചല്ലോ, ഉറപ്പുള്ള ഹൃദയം ഏറ്റെടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഈ ദിവസങ്ങളിൽ ഉറപ്പുള്ളൊരു ഹൃദയം ഏറ്റെടുക്കാം. കർത്താവ് നിന്നെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.